അപ്പോൾ ഞാൻ ഇന്ന് ബീഫ് ഒരു ഫ്രൈ ഉണ്ടാക്കാനായിട്ട് 1/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് അതിൻ്റെ ആവശ്യമായ ഉപ്പ് കുറച്ച് ചേർത്ത്, പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത്, ചില്ലി പൗഡർ മുളക് പൊടി, ഇത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള പിന്നെ ചേർക്കും. തൽക്കാലം ഇത്രയും ചേർത്താൽ മതി. ഇത് എല്ലാം മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു കാരണവശാലും വെള്ളം എന്ന് പറയുന്ന സാധനം ചേർക്കാതെ വേണം അടിക്കാൻ. വെള്ളം ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ശരിയാണ്. നമ്മളിനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. കുക്കറിലെല്ലാം അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ആദ്യം ഇത്തിരി കടുക് ഇടണം. അതിനുശേഷം തേങ്ങ കുറച്ച് ചേർത്ത്, ഇങ്ങോട്ട് ബ്രൗൺ കളറായി. അതിനുശേഷം നമ്മൾ 4 പച്ചമുളക്, ഇനി ഇതിനകത്തുള്ള ചെറിയ ഉള്ളിയാണ് ആദ്യം ഇടുന്നത്. ചെറിയ ഉള്ളി കുറച്ച് കുളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിനകത്ത് സബോള, ഉപ്പിടുക, ചിലപ്പോൾ സബോള ഉള്ളി മാറിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ഒരു സബോള മതി, കൂടുതലൊന്നും വേണ്ട. കുറച്ച് ഉള്ളി, ഒരു 100 ഗ്രാം കഷ്ടിച്ച ഉള്ളി. ഇനി ഇതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുക, ആവശ്യമുള്ള മുളക് പൊടി, മല്ലിപ്പൊടി 2 സ്പൂൺ, കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത്, അടുത്ത കുരുമുളക് പൊടിച്ചതാണ്. അപ്പോൾ ഇത് റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഇനി ഇതിനകത്തുള്ള ഇറച്ചി ഇടുകയാണ്. ഇതിനകത്ത് ആ വെള്ളം നെയ്യ് കിടക്കുന്നത് കൂടുതൽ ഒഴിക്കരുത്. ആവശ്യം നമ്മൾ വേണ്ടത് ഒഴിക്കുക. കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒക്കെ ദോഷമാണ്. ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പോരാടിയുള്ള മുളക് പൊടിയൊക്കെ ഉണ്ട്, അത് നമ്മൾ പുറമേ ചേർക്കാം. ലേശം കരിവേപ്പില, പതുക്കെ ഇത് ഫ്രൈ ആയിക്കോളും. നമ്മുടെ ബീഫ് ഫ്രൈ എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഇതിനകത്ത് ഇനി നമ്മൾ സ്വല്പം ഏലക്ക, ഗ്രാമ്പ്, കറുവപ്പട്ട എല്ലാം കൂടെ പൊടിച്ചത് ലേശം വേണം. അത് തന്നാലേ നമുക്ക് ഇതിൻ്റെ ഒരു സ്മെല്ല് കിട്ടത്തുള്ളൂ. ബീഫിൻ്റെ ഒരു സ്മെല്ല് ഇപ്പോൾ നമുക്ക് കിട്ടും.
റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിൽ എടുത്ത് വച്ചിരിക്കുന്നതാണ്.